എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ശിവപൂജയും സവിശേഷതകളും. ആദ്യം ശിവപൂജയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ശിവപൂജ ദിവസങ്ങൾ, വിശേഷങ്ങൾ എന്നിവ വ്യത്യസ്തമായി പല രീതിയിൽ പല ദിവസങ്ങളിലായിട്ട് ചെയ്യാറുണ്ട്. അതിൽ തന്നെ ശിവന് പ്രാധാന്യം തിങ്കളാഴ്ച ദിവസമാണ്. മലയാള മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, മുപ്പട്ട് ശനിയാഴ്ച ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച, മുപ്പട്ട് ശനിയാഴ്ച ശിവപൂജ ചെയ്യുന്ന രീതിയുമുണ്ട്. ശിവൻ ഒരു അഭിഷേകപ്രിയനാണ്. നമുക്കറിയാം, ശിവപൂജയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിഷേകമാണ്. ജലധാര, രുദ്രാഭിഷേകം, ശിവസൂക്തങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, ഇതൊക്കെ ശിവപൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രദോഷവ്രതം, ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് പ്രദോഷവ്രതം. പ്രദോഷ ദിവസങ്ങളിൽ ഭസ്മം നനച്ച് കുറിയിടുകയും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നാമം ജപിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. വേറെ ഏത് ഉപാസനാമൂർത്തിയെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നുണ്ടെങ്കിലും പ്രദോഷ ദിവസങ്ങളിൽ പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ശിവനെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമാണ്. രോഗശമനത്തിനും മൃത്യുഭയം നീങ്ങാൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ നമ്മൾ ശിവനെ പൂജിക്കാറുണ്ട്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും പ്രദോഷം പോലെ തന്നെ നക്ഷത്ര പ്രാധാന്യവും ശിവപൂജയിലുണ്ട്. നക്ഷത്ര പ്രാധാന്യം, തിരുവാതിര നക്ഷത്രമാണ് ശിവനെ ആരാധിക്കാൻ ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസം. അതുകൂടാതെ തന്നെ ശിവരാത്രി വ്രതം, പിന്നെ വൈക്കത്തഷ്ടമി ദിവസങ്ങളും നമ്മൾ ശിവാരാധനയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. വൈക്കത്തഷ്ടമി വർഷത്തിൽ വരുന്ന സമയങ്ങളിലും നമ്മൾ പ്രദോഷവ്രതം പോലെ വ്രതമായി കരുതുന്ന ശിവഭക്തന്മാരുമുണ്ട്. ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലങ്കാരമാണ് കൂവളമാല. അതുപോലെ തന്നെ എരിക്കിൻ പൂ കൊണ്ട് മാല കെട്ടി ചാർത്തുകയും എരിക്കിൻ പൂ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുകയൊക്കെ ശിവന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യവും വിശേഷവുമുണ്ട്. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ശിവപൂജകളുണ്ട് നമുക്ക് നോക്കാം. ശിവന് മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് പല ദ്രവ്യങ്ങൾ ഹോമിച്ച് ശിവനെ പ്രീതിപ്പെടുത്താറുണ്ട്. അത് പ്രധാനമായിട്ടും രോഗശമനത്തിനും മൃത്യുഭയം നീങ്ങാനും വേണ്ടിയിട്ടാണ്. പിന്നെ പിറന്നാൾ ദിവസം കറുക ഹോമം ആയുസ്സിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. കുട്ടികളുണ്ടായാൽ 6 വയസ്സ് വരെ അല്ലെ 12 വയസ്സ് വരെ കറുക ഹോമം ചെയ്യുന്ന രീതി, പിറന്നാൾ ദിവസം കറുക ഹോമം ചെയ്യുന്ന രീതിയുണ്ട്. ഇതും ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ തന്നെ അഘോരഹോമം, ബാധാദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ദുരിതബാധകൾ മാറാൻ വേണ്ടിയിട്ട് ശിവനെ അഘോരഹോമം നടത്തി പ്രീതിപ്പെടുത്തുന്ന രീതിയും ബാധകളെ ആവാഹിച്ചൊഴിവാക്കുന്ന രീതിയുമുണ്ട്. അതുകൂടാതെ കിരാതപൂജ, പരദേവതയെ, കിരാതമൂർത്തിയായിട്ടുള്ള പരദേവതയ്ക്ക് ശിവൻ്റെ അംശം തന്നെയാണ്. ആ തരത്തിൽ പൂജിക്കുന്ന സമ്പ്രദായമുണ്ട്. അതുകൂടാതെ പാശുപതാസ്ത്ര പൂജ, പിന്നെ മൃത്യുഞ്ജയ രുദ്രപൂജ, ഉമാമഹേശ്വര പൂജ, സഞ്ജീവനി ഹോമം, സഞ്ജീവനി പൂജ, അതും രോഗശമനത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ തിങ്കളാഴ്ച ദിവസം വിവാഹ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് യോജിച്ചതുപോലെയുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ശിവനെ ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെ പലതരത്തിൽ ശിവപൂജകൾ ഉണ്ട്. ശിവനെ ആരാധിക്കുന്നത് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പഞ്ചാക്ഷര മന്ത്രം പ്രധാനമായിട്ടും ജപിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മയ്ക്കും ഏകാഗ്രതയ്ക്കും വേണ്ടി പഴയകാലത്ത് ഉപദേശിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരം. ഇത് പ്രധാനമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ശിവാരാധനയും ശിവപൂജകളും ഓരോ ദേശത്തിനും ഓരോ അമ്പലങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമായ രീതികളുണ്ട്.
നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം. അവിടെ ശിവന് ശംഖാഭിഷേകം ചെയ്യുന്നത് രോഗശമനത്തിനും മൃത്യുഭയം നീങ്ങാനും വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ശംഖാഭിഷേകം. കാലഭൈരവനെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശിവനാണ് അവിടെ കുടികൊള്ളുന്നത്. അവിടെ ഉച്ചപൂജയ്ക്ക് നിത്യവും അവിടുത്തെ തന്ത്രി വന്നിട്ട് തന്നെ ശംഖാഭിഷേകം ചെയ്യുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ രോഗശമനത്തിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പ്രാതൽ വഴിപാടുകൾ ചെയ്യുന്ന ഒരു രീതിയും അത് ഭക്തജനങ്ങൾക്ക് ആ പ്രാതൽ പ്രസാദമായി കൊടുക്കുന്ന രീതിയുമുണ്ട്. അങ്ങനെ പലതരത്തിൽ ശിവപൂജകൾ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള രീതികൾ വേറെയാണ്. ഇപ്പം പ്രദേശങ്ങൾക്കനുസരിച്ച് അല്ലെ ഗ്രാമങ്ങൾക്കനുസരിച്ച് ശിവാലയങ്ങളും അവിടുത്തെ സവിശേഷതകളും വ്യത്യാസമാണ്. ഇങ്ങനെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ശിവനെ ഭജിക്കുന്ന രീതിയും ശിവനാമങ്ങൾ ജപിക്കുന്ന രീതിയുമുണ്ട്. വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമഃശിവായ.